അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുടുംബജീവിതത്തിൽ പരസ്പരമുള്ള വിഷമിപ്പിക്കലുകൾ, ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ, പലപ്പോഴും പുതിയ കാല സാഹചര്യത്തിൽ വ്യാപകമാണ്. അതിൽ ആനന്ദം കാണുന്ന ആളുകൾ വരെയുണ്ട്. കാരണങ്ങൾ പലതുമാകാം, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. സത്യത്തിൽ ഭാര്യയെ വേദനിപ്പിക്കുക, ഭാര്യയെ ബുദ്ധിമുട്ടിക്കുക, അത് സമീപനങ്ങൾ കൊണ്ടാകാം, വാക്കുകൾ കൊണ്ടാകാം, തൻ്റെ പെരുമാറ്റങ്ങൾ കൊണ്ടാകാം, തൻ്റെ മറ്റുള്ള ബന്ധങ്ങളെ കൊണ്ടാകാം, പലതുകൊണ്ടുമാകാം. അങ്ങനെ ഭാര്യയെ വേദനിപ്പിക്കുന്ന ആളുകൾ ഭാര്യയുടെ വേദനയെ അവഗണിച്ചു ജീവിക്കുകയാണ്. ഭാര്യ ദുഃഖിക്കുന്നതിൽ ഒട്ടും വേദനയില്ലാത്ത ഭർത്താക്കന്മാർ. രാത്രി കിടക്കുന്ന സമയം കരഞ്ഞു കിടക്കുകയാണ് ഭാര്യ. ആ കണ്ണുനീരിൽ ഒട്ടും വേദനയില്ലാത്ത ഭർത്താവ്. ഭാര്യയുടെ മ്ലാനതയുള്ള മുഖം, അതിലൊട്ടും വിഷമമില്ലാത്ത ഭർത്താവ്. സത്യത്തിൽ ഭർത്താക്കന്മാർ ഭയക്കേണ്ട ഗൗരവമായ ഇസ്ലാമിക അധ്യാപനമുണ്ട്. അർറജുലു മുഅദ്ദബുൻ ബിബുകാഇ സൗജതിഹി അലൈഹി. തൻ്റെ ഭാര്യ തനിക്കെതിരെ കണ്ണുനീർ വാർക്കുമ്പോൾ, തനിക്കെതിരെ കരയുമ്പോൾ, അത് കാരണമായി ഭർത്താവ് ശിക്ഷിക്കപ്പെടാൻ കാരണമാകുന്നു. അള്ളാഹുവിൽ നിന്ന് ശിക്ഷ ഉണ്ടാവാൻ, അവനിലേക്ക് ഇറങ്ങാൻ, പരീക്ഷണങ്ങൾ ഇറങ്ങാൻ ആ കണ്ണുനീര് കാരണമാകുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഗൗരവമായി നാം അതിനെ കാണണം. സത്യത്തിൽ നീ കരഞ്ഞോ? നീ കരഞ്ഞതുകൊണ്ട് എനിക്കൊന്നും വരാനില്ല. വേദനിച്ച് ചില വാക്കുകൾ പറയുമ്പോൾ എനിക്കൊന്നും സംഭവിക്കാനില്ല. ആരോഗ്യത്തിലോ സമ്പത്തിലോ മതിമറന്നുകൊണ്ട് സംസാരിക്കുന്ന വാക്കുകൾ തനിക്കുണ്ടാകുന്ന പരീക്ഷണങ്ങളുടെ കലവറ പിന്നീടാണ് അവരെ ബോധ്യപ്പെടുത്തുന്നത്. സത്യത്തിൽ ഇതുപോലെ ഭർത്താവിൻ്റെ കണ്ണുനീരുകളും ഭർത്താവിൻ്റെ വേദനകളും തിരിച്ചറിയാത്ത ഭാര്യമാരുണ്ട്. സംസാരങ്ങളെക്കൊണ്ട്, ചാറ്റിങ്ങുകളെക്കൊണ്ട്, കോളിങ്ങുകളെക്കൊണ്ട്, വിവിധ ബന്ധങ്ങളെക്കൊണ്ട്, സംസാരങ്ങളെക്കൊണ്ട്, കുത്തുവാക്കുകളെക്കൊണ്ട്, കയറി വരുമ്പോൾ തന്നെയുള്ള സമീപനങ്ങളെക്കൊണ്ട്, ഇങ്ങനെ വിവിധ കാരണങ്ങളെക്കൊണ്ട് ഭർത്താവിനെ വേദനിപ്പിക്കുന്ന ഭാര്യമാരുമുണ്ട്. എത്ര തന്നെ ഉപദേശിച്ചാലും മാറാൻ മനസ്സ് കാണിക്കാത്ത മനസ്സിൻ്റെ ഉടമകളായ ചില ഭാര്യമാർ. ഞാൻ ഇങ്ങനെ തന്നെ പെരുമാറുകയുള്ളൂ എന്ന് ശപഥം ചെയ്തതുപോലെ ജീവിക്കുന്നവർ. അങ്ങനെ ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്ന ഭാര്യമാരുമുണ്ട്. അത്തരം സ്ത്രീകൾ അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ലാ തുഅ്ദി ഇംറഅത്തുൻ സൗജഹാ ഫിദ്ദുനിയ. ഒരു ഭാര്യയും ഭർത്താവിനെ പീഡിപ്പിക്കരുത്, ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കരുത്. നാവുകൊണ്ട്, പ്രവർത്തനങ്ങളെക്കൊണ്ട്, സമീപനങ്ങളെക്കൊണ്ട് ഒരിക്കലും ഭർത്താവിനെ ക്രൂശിക്കരുത്. ഇല്ലാ ഖാലത്ത് സൗജത്തുഹു മിനൽ ഹൂരിൽ ഐൻ ലാ തുഅ്ദീഹി ഖാതലകില്ലാ. ഹൂറിൽങ്ങളിൽപ്പെട്ട, സ്വർഗീയ സ്ത്രീകളിൽപ്പെട്ട, നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഹൂറിൽങ്ങളിൽപ്പെട്ട ഭാര്യ ആ സമയത്ത് പറയും ഈ ഭാര്യയോട്, നീ ഒരിക്കലും നിൻ്റെ ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കരുത്, ചീത്ത പറയരുത്, അവനെ കുത്തുവാക്ക് പറയരുത്. ഫൈന്നമാഹു ഇൻദക ദഖീലുൻ യൂശികു അൻ യുഫാരിഖകി ഇലൈനാ. ഇപ്പോൾ നിൻ്റെ അടുക്കൽ അതിഥിയാണ്, നമ്മിലേക്ക് അദ്ദേഹം വരും, ഞങ്ങൾ കാത്തിരിപ്പിലാണ് എന്ന നിലക്ക് ഭാര്യ ഭർത്താവിനെ ക്രൂശിക്കുമ്പോൾ, വേദനിപ്പിക്കുമ്പോൾ, കുത്തുവാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ തരുണിമണിയായ ഹൂറിൽങ്ങളിൽപ്പെട്ടവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നാം എന്ത് വിലയാണ് വില കൊടുത്തു വാങ്ങുന്നത്? ക്ഷമ കാണിക്കാതെ, സഹനം കാണിക്കാതെ, വിശാല മനസ്സ് കാണിക്കാതെ, പരസ്പരം ഇളവുകൾ കാണിക്കാതെ, മാപ്പ് കൊടുക്കലും പുറത്തു കൊടുക്കലുമൊന്നുമില്ലാതെ നാം മേടിച്ചു കൂട്ടുന്ന ഇത്തരം ദുരന്തങ്ങൾ അത് വലിയ വിപത്തായിരിക്കും. നാഥൻ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.